വി.എസിന്റെ തട്ടകമായ ആലപ്പുഴയിൽ ഒരുപാട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പാർട്ടി സമ്മേളനം എത്തുന്നത്. വി.എസ്. അച്യുതാനന്ദന് പാർട്ടി വിരുദ്ധ മനോഭാവമാണെന്നുള്ള അന്നത്തെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയന്റെ പ്രസ്താവന അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് വി.എസ്. ചെയ്തത്. വി.എസിന്റെ മറുപടി തീർത്ത സ്ഫോടനാത്മകരമായ സാഹചര്യത്തിലാണ് 2015 ഫെബ്രുവരി 20 ആലപ്പുഴയിൽ സമ്മേളനം ആരംഭിക്കുന്നത്. ഉദ്ഘാടന തലേന്ന് ആലപ്പുഴ EMS സ്റ്റേഡിയത്തിലെ പൊതുസമ്മേളന വേദിക്ക് പുറത്ത് സ്വാഗത സംഘം അധ്യക്ഷൻ G. സുധാകരൻ പതാക ഉയർത്തുന്ന വേദിയിലേക്ക് തികഞ്ഞ ഗൗരവത്തോടെയാണ് വി.എസ്. എത്തിയത്. ആരോടുമൊന്നും സംസാരിക്കാതെ നേതാക്കൾക്കൊപ്പം നിന്നു. മറ്റുള്ള നേതാക്കളൊക്കെ സൗഹൃദം പങ്കുവെക്കുമ്പോൾ എല്ലാ വാശിയും കണിശതയും വി.എസ്. തന്റെ മുഖത്തു കാട്ടി. പാർട്ടി പതാക വാനിലേക്ക് ഉയരുമ്പോൾ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു. എന്നാൽ വി.എസ്. തന്റെ എല്ലാ അനിഷ്ടവും കാർക്കശ്യവും എടുത്തുകാട്ടി മുഖം വലിച്ചു മുറുക്കി അനങ്ങാതെ കൈകൾ ഉയർത്താതെ നിന്നു. സംസ്ഥാന നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് പാർട്ടിയിലും പ്രതിപക്ഷ നേതാവായതുപോലെയായിരുന്നു അത്. സംസ്ഥാന സമ്മേളനത്തിന്റെ 2ാം നാൾ 3 ചിത്രങ്ങളിലൂടെയാണ് വി.എസിനെ അടയാളപ്പെടുത്താനായി ശ്രമിച്ചത്. രാവിലെ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിലെ പുഷ്പാർച്ചനയ്ക്കായി നേതാക്കൾ എത്തുമ്പോൾ നേരത്തെ എത്തിയ വി.എസ്. കസേരകളിട്ടിരിക്കുന്നിടത്ത് 2ാം നിരയിലെ ആദ്യ കസേരയിലിരുന്നു. രക്തസാക്ഷികളുടെ സ്മരണകളിരമ്പുന്ന വേദി. എല്ലാ വർഷവും രക്തസാക്ഷി വാരാചരണത്തിന് താൻ ദീപശിഖ തെളിയിച്ച് കൈമാറുന്ന വേദി. എന്നും മുൻനിരയിലുണ്ടായിരുന്ന വി.എസ്. അന്ന് 2ാം നിരയിലിരിക്കുമ്പോൾ പാർട്ടി ദേശീയ സെക്രട്ടറി പ്രകാശ് കാരാട്ടും മറ്റു നേതാക്കളും എത്തി. മുൻനിരയിലെ കസേരയിലിരിക്കുമ്പോൾ കാരാട്ട് വി.എസിനെയും മുന്നിലേക്ക് ക്ഷണിച്ചു. വിളി കാത്തിരുന്നതുപോലെ വി.എസ്. മുൻനിരയിലേക്ക് എത്തി. സമ്മേളന നഗരിയായ കളർകോട് SK ഓഡിറ്റോറിയത്തിൽ എത്തുമ്പോഴും സംഘർഷാന്തരീക്ഷത്തിന് മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. സമ്മേളന വേദിയിൽ നിന്ന് നേതാക്കളെല്ലാവരും ദേശീയ പാതയോരത്തൊരുക്കിയ മണ്ഡപത്തിലേക്ക് പുഷ്പാർച്ചനയ്ക്കായി പോയപ്പോൾ വി.എസ്. സമ്മേളനവേദിയിൽ ഏകനായിരുന്നു, എന്തോ തീരുമാനിച്ചുറപ്പിച്ച മുഖഭാവത്തോടെ. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുതിർന്ന പ്രതിനിധി എന്ന നിലയിൽ വി.എസ്. ആണ് സമ്മേളന നഗരിയിലെ പതാക ഉയർത്തിയത്. എന്നാൽ തലേ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പതാക ഉയർത്തൽ പ്രസംഗത്തിന് അദ്ദേഹത്തിന് അവസരം നൽകിയില്ല. ആ വിഷമത മുഴുവൻ അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായിരുന്നു. ഒരിക്കലും താഴ്ത്താത്ത ശിരസ് അന്ന് അദ്ദേഹം താഴ്ത്തി. പാർട്ടി കെട്ടിയുയർത്തിയ വേലിക്കകത്തേക്കായിരുന്നു അതോ പുറത്തേക്കായിരുന്നു എന്ന പോലെ കൊടിമരത്തിന് ചുറ്റും കെട്ടിയുയർത്തിയ വേലിയിൽ പിടിച്ച് എല്ലാവരാലും അവഗണിക്കപ്പെട്ട് വി.എസ്. അന്ന് നിന്നു. എന്നും തന്റെ ചടുല നീക്കങ്ങൾ കൊണ്ട് നേതാക്കളെയും പാർട്ടിയെയും അമ്പരപ്പിച്ച വി.എസ്. 2ാം ദിനം സമ്മേളന വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിച്ചുള്ള ആ ഇറങ്ങിപ്പോക്ക് വി.എസിന്റെ വ്യത്യസ്ത ചിത്രങ്ങൾക്കായി കാത്തിരുന്ന ഫോട്ടോഗ്രാഫർമാരെയും ഞെട്ടിച്ചു. ആർക്കും അദ്ദേഹം ഇറങ്ങിപ്പോകുന്ന നല്ല ചിത്രങ്ങളൊന്നും തന്നെ കിട്ടിയിരുന്നില്ല. പാർട്ടി സമ്മേളനം പുരോഗമിക്കുമ്പോൾ സമ്മേളന വേദിക്ക് കുറച്ചകലെയുള്ള വേലിക്കകത്ത് വീട്ടിൽ ചിട്ടകളിലും ദിനചര്യകളിലും കടുകിടെ മാറ്റം വരുത്താതെ വി.എസ്. ഉണ്ടായിരുന്നു. ഒരിക്കലും അവസാനിക്കാത്ത പോരാട്ട വീര്യവുമായി.